സോ ഇന്ന് നമ്മൾ ബോക്ഷി എന്ന് പറഞ്ഞൊരു പുതിയൊരു ഹിന്ദി ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഒരു ഹിന്ദി ഫിലിമാണ്, അതുപോലെ ഒരു ഇൻഡി ഫിലിമാണ്. നേപ്പാളി ടേമാണ് ബോക്ഷി അല്ലേ? സോ അതിൻ്റെ ഒരു ടീസർ വന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ക്രൂ ആൾക്കാരെ പറ്റി വലിയ ധാരണ. പേരാണ് ബോക്ഷി. ഓക്കെ, ഇവിടെ കിടക്കുന്നത് ഹൊറർ ഫാന്റസി ജോണർ. അതെ, ഇതിൻ്റെ ടീമിലുള്ള ആൾക്കാരെ പറ്റിയോ അല്ലെങ്കിൽ ക്രൂവിനെ പറ്റിയോ നമുക്ക് വലിയ ധാരണയില്ല. കണ്ടു നോക്കാം. ബ്ലഡ് മൂണാണ്. ഫോറസ്റ്റ് 3. റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിൽ ഭാർഗവ് സൈ. സംഭവത്തിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇന്ത്യ പടമാണെങ്കിൽ കുറച്ച് അല്ലേ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വെൽ ഷോട്ടാണ്. ഈ ഒരു പാറ്റേൺ എന്തെങ്കിലും അത് കണ്ട അത് അവർ ആ ഫസ്റ്റ് ഷോട്ടിൽ ഇങ്ങനെ അതിങ്ങനെ ഒരു പാതാളത്തിലെ ഒരു കുഴി പോലെ സാധനം കാണിച്ചിട്ട് അവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് ഈ പുക്കിളിലേക്ക് ഇങ്ങനെ പുക്കിളിന് ചുറ്റും ഇങ്ങനെ ഒരു ടാറ്റു പോലെ എന്തൊരു വരച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് രണ്ടും കൂടി ഇങ്ങനെ നോട്ട് ചെയ്ത് എനിക്ക് തോന്നി അതായത് നമ്മളിങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഇങ്ങനെ അതിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള പുക്കിളിൽ നിന്നുള്ള നമ്മൾ ഭൂമിയിലേക്ക് കണക്റ്റഡ് കണക്ഷൻ അതായിരിക്കും പുക്കളുടെ അവിടെ അറിയില്ല. അത് ആക്ച്വലി അതിന്റെ മറ്റേ വിച്ചസിനുള്ള കണക്ഷൻ ഇല്ലായിരിക്കും അങ്ങനെ എന്തെങ്കിലും സാധനം സ്പൈറൽ ഇടയ്ക്കിടയ്ക്ക് ഇവർ കാണുന്നുണ്ട്, ഭിത്തിയിലും കാണുന്നു. ആ ഭിത്തിയിൽ മരത്തിലൊക്കെ ഇങ്ങനെ വരച്ചേക്കുന്നത് കാണുന്നുണ്ട്. സോ അത് ഭയങ്കര ഒരു രസമുണ്ട്. ഒരു കുറച്ച് പിന്നെ റെഡ് ഒരു പൂവ് എടുത്ത് മിളക്കുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഈ മറ്റേ അരിയസ്റ്ററിന്റെ ഒക്കെ പടത്തിന്റെ ഒരു പക്ഷെ അത് കുറെ കൂടെ ഇത്രയും ലൗഡല്ലെന്ന് വെച്ചാൽ മീൻസ് ഇങ്ങനെ ഇത്രയും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പരിപാടിയൊന്നും അധികം ഇല്ലല്ലോ, കുറച്ചുകൂടെ ഇങ്ങനെ മൂടി സിനിമയാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ മൂങ്ങ ഏതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, കംപ്ലീറ്റ്ലി ഇത് തന്നെ പരിപാടി. മറ്റേ വിച്ച് ക്രാഫ്റ്റ് നരകത്തിൽ നിന്ന് സാത്താൻ വരുന്ന പരിപാടിയായിരിക്കും. കൊള്ളാം. ഏതായാലും ഇന്ത്യ പടമാണെങ്കിൽ അതൊരു കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ഈ അഭിനയിക്കുന്ന ആൾക്കാർ ആരെയും നമുക്ക് പരിചയമൊന്നുമില്ല. കംപ്ലീറ്റ്ലി റിലീസ് ഒന്നും ഇവിടെ കാണത്തില്ല. ഇല്ല റിലീസ് ഇതിപ്പോൾ ആക്ച്വലി റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ചെയ്ത പടമല്ലേ. ഒരു കൊച്ച് അറിയാതെ വിച്ച് ക്രാഫ്റ്റിലേക്ക് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. അതായത് അവളെ അവിടെ ഇത് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. പിന്നെ ഓരോ സാധനം വരുമ്പോഴത്തേക്കും വിച്ച് ക്രാഫ്റ്റിന്റെ ഡീറ്റെയിൽസ് ഡിസ്കവർ ചെയ്യുന്നത് അങ്ങനെയുള്ള പാറ്റേൺ അല്ലേ സ്ക്രിപ്റ്റിന്റെ ആ സാധനമായിരിക്കും. അതായത് ഇനി ഇതിന് തിരിച്ചു പോക്കില്ല ശശി എന്ന് പറയുന്നുണ്ട്. അതെ, നമ്മുടെ ഇപ്പൊ ഹെറിഡിറ്ററിയുടെ ഒക്കെ ഒരു വൈബില്ലേ, അത് കുറെ കൂടെ ഈ പറയുന്ന പോലെ എന്താ പറയാ ഇതിനകത്ത് അത്രയും ഇങ്ങനെ നമുക്കറിയില്ല പടത്തിനകത്ത് മാത്രമുണ്ടെന്ന്. നമ്മൾ കണ്ട വിഷ്വലിൽ അത്രയും സംഭവങ്ങളില്ല. സോ എനിവേ റിലീസ് ഉണ്ടാവില്ല. റിലീസ് ഉണ്ടെന്നല്ല, അതെ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ കണ്ടു നോക്കാവുന്ന സാധനമാണ്. പക്ഷെ ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ പാറ്റേൺ ഉള്ള പടങ്ങളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിന്റെ ട്രെയിലർ ടീസർ ഒന്ന് റിയാക്ട് ചെയ്തതാണ്. എനിക്ക് ഹിന്ദി പടം തന്നെയാണ് നേപ്പാളിയിൽ സെറ്റ് ചെയ്തേക്കുന്നതായിരിക്കും. അങ്ങനെയല്ലായിരിക്കും, അല്ലെങ്കിൽ ഹിന്ദിക്ക് വെച്ച് നേപ്പാളിൽ പഠിക്കാൻ പോകുള്ളൂ അങ്ങനത്തെ അല്ലായിരിക്കും. അല്ല മറ്റേ ഇത് പോകുന്നതായിരിക്കും, ട്രക്കിങ്ങിനൊക്കെ പോകത്തില്ലേ. ട്രക്കിങ്ങിന് പോകാം. ആക്ച്വലി അതിൻ്റെ ഇതിൽ ലോഗ് ലൈൻ പോലെ അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ. അതായത് ഒരു കുട്ടി ഈ പറഞ്ഞ പോലെ അമ്മ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, അതിനുശേഷം അങ്ങനെ അതിൽ സഫർ ചെയ്തുകൊണ്ട് പെൺകുട്ടി അത് ബേസ് ചെയ്തായിരിക്കും പൊക്കിൾക്കൊടി. അത് തന്നെ മദർ ക്രാഫ്റ്റ് വഴി അമ്മയെ തിരിച്ച് അങ്ങനെയെല്ലാം ശ്രമിക്കുമ്പോൾ അപ്പോൾ അവളുടെ ടീച്ചറുമായിട്ട് മറ്റേ ഇതായി കണക്ഷൻ ആവുന്നു. പുള്ളിക്കാരിയായിട്ട് ഇവരൊരു ഇതിൽ പോകുന്നു, അങ്ങനെ എക്സ്കവേഷന് പോകുന്നു. അവിടുന്ന് ഉണ്ടാവുന്ന സംഭവങ്ങൾ. ഈ അമ്മ ബേസ്ഡ് ഹൊറർ പൊതുവെ തായ്ലൻഡ് ആ ലൈൻ ആ ഏരിയ എന്നൊക്കെ കുറച്ചധികം കഥകളുണ്ട്. അത് വെച്ചിട്ടുണ്ട് അവിടുത്തെ ഹൊറർ സിനിമകളിൽ അങ്ങനെ കുറച്ച് ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ അമ്മ വിച്ചാണെങ്കിൽ വിച്ചതിനപ്പുറത്തേക്ക് ഇപ്പൊ ഈ അമ്മ എന്ന് പറയുന്നത് എലമെന്റ് നമ്മൾ ഭയങ്കര മാതൃത്വം എന്നുള്ള പറയുന്നതിനേക്കാൾ അത് വെച്ചിട്ട് ഈ ഹൊറർ എലമെന്റ് ഒരുപാട് പടങ്ങളിൽ വന്നിട്ടുണ്ട്. അത് സോ എനിവേ സിനിമ കാണാനുള്ള അവസരം ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കണ്ടു നോക്കാവുന്ന ഒരു പടമാണ്.